ഇതാ സാമ്രാജ്യത്വം മറ്റൊരു യുദ്ധമുഖം കൂടി തുറന്നിരിക്കുകയാണ്. അമേരിക്കൻ ഭൂഖണ്ഡത്തിലെ വെനസ്വേലയുടെ തലസ്ഥാനത്ത് ശക്തമായ ആക്രമണം നടത്തിയ അമേരിക്ക വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോയെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും അറസ്റ്റ് ചെയ്ത് രാജ്യത്തിന് പുറത്തേക്ക് കൊണ്ടുപോയതായുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. മഡൂറോയുടെ അറസ്റ്റ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സ്ഥിരീകരിക്കുകയും അദ്ദേഹം തന്നെ തൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ദ ട്രൂത്ത് സോഷ്യൽ വഴി പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട്. വെനസ്വേലൻ പ്രസിഡന്റിനെയും ഭരണകൂടത്തെയും അട്ടിമറിക്കാനും രാജ്യം പിടിച്ചടക്കാനും ട്രംപിൻ്റെ നേതൃത്വത്തിൽ ശ്രമം ആരംഭിക്കുന്നത് കുറച്ചധികം കാലമായി. വെനസ്വേല ലോകത്തിൻ്റെ വിവിധ ദിക്കുകളിലേക്ക് ലഹരി ഉൽപ്പന്നങ്ങൾ കയറ്റി അയക്കുന്നു എന്നും അമേരിക്കയെ ലഹരി ഉപയോഗിച്ച് തളർത്താൻ ശ്രമിക്കുന്നു എന്നുമാണ് ട്രംപ് ആക്രമണത്തിൻ്റെ കാരണമായി വെനസ്വേലയ്ക്കെതിരെ മുന്നോട്ട് വെക്കുന്നത്. തങ്ങൾ നേരത്തെ തന്നെ വെനസ്വേലയിലെ ഒരു ഹാർബർ ആക്രമിച്ചുകൊണ്ട് ഒരു ആക്രമണത്തിൻ്റെ സൂചന അമേരിക്ക നൽകിയിരുന്നുവെങ്കിലും കരയാക്രമണത്തിലേക്ക് നേരിട്ട് വരുന്നതും അതോടൊപ്പം തന്നെ വെനസ്വേലൻ നഗരങ്ങൾ ആക്രമിക്കുന്നതും ഇന്ന് പുലർച്ചെയോടെയാണ്. ഏകദേശം 7ഓളം കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തി എന്നാണ് പറയപ്പെടുന്നത്. വലിയ തീഗോളം ഉയരുന്നതും അവിടെ വലിയ തരത്തിലുള്ള ബഹളങ്ങൾ ഉണ്ടാകുന്നതും പാർപ്പിട സമുച്ചയങ്ങൾ തകരുന്നതുമെല്ലാം ഇന്ന് സോഷ്യൽ മീഡിയകൾ വഴി പുറത്തു വന്നുകൊണ്ടിരിക്കുകയുമാണ്. ഈ കേന്ദ്രങ്ങളെല്ലാം തന്നെ ലഹരി കേന്ദ്രങ്ങളാണ് എന്നും അവയാണ് തങ്ങൾ ആക്രമിച്ചത് എന്നുമാണ് അമേരിക്കൻ പക്ഷം. ഹ്യൂഗോ ഷാവേസിന് ശേഷം അധികാരത്തിലെത്തിയ മഡൂറോയുമായി അമേരിക്കൻ ഭരണകൂടം അത്ര നല്ല ബന്ധത്തിലല്ല നിലനിന്ന് വന്നിരുന്നത്, പ്രത്യേകിച്ച് ട്രംപുമായി. അതിന് പ്രധാന കാരണം അമേരിക്കൻ ഭൂഖണ്ഡത്തിലെ മറ്റൊരു രാഷ്ട്രവും റഷ്യയുമായി നേരിട്ട് സൈനിക സഹകരണം നടത്തുന്നില്ല എന്നതാണ്. എന്നാൽ വെനസ്വേല റഷ്യയുമായി ചേർന്ന് സൈനിക പരേഡുകളും അഭ്യാസങ്ങളും നടത്തുന്നു എന്ന് മാത്രമല്ല, അത് അമേരിക്കയെ കൂടുതൽ പ്രകോപിപ്പിച്ചുകൊണ്ട് അവർ ചെയ്യുന്നു എന്നതും ട്രംപിനും അമേരിക്കക്കും മഡൂറോയ്ക്കെതിരായുള്ള ഒരു കാരണം കൂടിയാണ്. റഷ്യയുമായി ആയുധ സഹകരണവും വ്യാപാരവും വെനസ്വേല നടത്തുന്നതും അമേരിക്കക്ക് വലിയ പ്രശ്നമായി അവർ കണക്കാക്കുന്നു. റഷ്യയുടെ അത്യാധുനിക ബോംബർ വെനസ്വേലയിൽ വന്നിറങ്ങിയതോടെയാണ് കാര്യങ്ങൾ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് എത്തുന്നത്. എന്നാൽ ഇതൊന്നുമല്ല വെനസ്വേലയുമായുള്ള പ്രശ്ന കാരണമായി അമേരിക്ക മുന്നോട്ട് വെക്കുന്നത്. ലോകത്ത് ഏറ്റവും കൂടുതൽ കൊക്കൈൻ കയറ്റുമതി ചെയ്യുന്ന രാജ്യം കൊളംബിയയാണ്. കൊളംബിയയിൽ നിന്നും വനാതിർത്തികൾ വഴി വെനസ്വേലയിലേക്കും അതുവഴി ബൊളീവിയ, മെക്സിക്കോ, പെറു, അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളിലേക്കും കയറ്റി അയക്കപ്പെടുന്നതായാണ് വിലയിരുത്തപ്പെടുന്നത്. വെനസ്വേലയ്ക്കെതിരെ ലഹരി ആരോപണം ഉന്നയിക്കപ്പെട്ട ശേഷം പ്രതിരോധം എന്നോണം വെനസ്വേല പറഞ്ഞത് തങ്ങൾ ഇവ നിയന്ത്രിക്കാൻ പദ്ധതികൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നും അമേരിക്ക പറയുന്ന കാര്യങ്ങൾ പൂർണ്ണാർത്ഥത്തിൽ ശരിയല്ല എന്നുമാണ്. മെക്സിക്കോ മതിൽ പണിതുകൊണ്ടാണ് അമേരിക്ക മെക്സിക്കോയിൽ നിന്നുള്ള ലഹരിക്കടത്തും മനുഷ്യക്കടത്തും തടയാൻ പദ്ധതി തയ്യാറാക്കിയത്. എന്നാൽ വെനസ്വേലയ്ക്കെതിരെ ഇത്തരം ഒരു ആരോപണം ഉന്നയിക്കുന്ന അമേരിക്ക വെനസ്വേലയുമായി ഏതെങ്കിലും തരത്തിൽ കടൽ മാർഗം അമേരിക്കയിലേക്ക് എത്തുന്ന ആളുകളെ നിയന്ത്രിക്കാൻ പദ്ധതികൾ തയ്യാറാക്കുന്നില്ല എന്നും വെനസ്വേല കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഇക്കാരണങ്ങൾക്കപ്പുറം വെനസ്വേലയുടെ എണ്ണ സമ്പത്തിൽ കണ്ണുവെച്ചുകൊണ്ടാണ് അമേരിക്കയുടെ ആക്രമണം എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. ലോകത്തെ ഏറ്റവും കൂടുതൽ കരുതൽ എണ്ണശേഖരം കൈവശമുള്ള രാജ്യം വെനസ്വേലയാണ്. ഒരുപക്ഷെ ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ ഉൽപ്പാദക രാഷ്ട്രങ്ങളെക്കാൾ കൂടുതൽ എണ്ണ ഭൂമിക്കടിയിൽ സമ്പുഷ്ടമായ രാജ്യമാണ് എന്ന് സാരം. അതുകൊണ്ട് തന്നെ ഈ രാജ്യം അമേരിക്കയെ ശത്രുപക്ഷത്ത് നിർത്തുന്നതും അമേരിക്കയുടെ ശത്രു രാജ്യമായ റഷ്യയെ ചേർത്ത് നിർത്തുന്നതും അമേരിക്കയുടെ സാമ്പത്തിക ലോകത്ത് അമേരിക്കക്ക് വരും ഭാവിയിൽ തങ്ങളുടെ പദ്ധതികൾക്കൊക്കെ തടസ്സമാകുമെന്ന് അമേരിക്ക കരുതുന്നുണ്ട്. വെനസ്വേലയിലെ ലഹരി കേന്ദ്രങ്ങൾ ആക്രമിക്കുമെന്ന് അമേരിക്കൻ മുന്നറിയിപ്പിന് പിന്നാലെ മാസങ്ങൾ നീണ്ട ഉപരോധവും വെനസ്വേല നേരിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ അമേരിക്കയുമായി തങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന മഡൂറോയുടെ ആവശ്യം മറികടന്നുകൊണ്ടാണ് അമേരിക്കൻ ആക്രമണവും മഡൂറോയുടെ ട്രംപ് സ്ഥിരീകരിച്ച അറസ്റ്റും ഇപ്പോൾ സഞ്ചരിച്ചിരിക്കുന്നത്. നിക്കോളാസ് മഡൂറോ വെനസ്വേലയിലെ ഒരു ഏകാധിപതിയാണ്. ജനങ്ങളെല്ലാം തന്നെ മഡൂറോക്കെതിരെ നീങ്ങിക്കൊണ്ടിരിക്കുന്നതും നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതും വെനസ്വേലയിലെ നിത്യകാഴ്ചയാണ്. ഹ്യൂഗോ ഷാവേസിനെ പോലെ ജനകീയനായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ മഡൂറോക്ക് സാധിക്കാത്തതും ഒരു ഏകാധിപതിയുടെ സ്വഭാവത്തിലേക്ക് മഡൂറോ പോകുന്നതും രാജ്യത്തെ പ്രതിപക്ഷ നേതാവും നൊബേൽ സമ്മാന പുരസ്കാര ജേതാവ് കൂടിയായിട്ടുള്ള പ്രതിപക്ഷ നേതാവിനുൾപ്പെടെ വിമർശനങ്ങൾക്കും കാരണമായിട്ടുണ്ട്. അവർക്ക് നൊബേൽ സമ്മാനം ലഭിച്ചപ്പോൾ അത് താൻ ട്രംപിന് സമർപ്പിക്കുന്നു എന്നും നിക്കോളാസ് മഡൂറോക്കെതിരായിട്ടുള്ള പ്രതിഷേധം എന്നോണമാണ് ഈ സമ്മാനം ഞാൻ സ്വീകരിക്കുന്നത് എന്നും പോലും അവർക്ക് പറയേണ്ടി വന്നു. അവർക്കങ്ങനെ പറയേണ്ടി വന്നതുപോലും ആ ജനത അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ജനാധിപത്യ ധ്വംസനങ്ങളെയും അതോടൊപ്പം തന്നെ ഏകാധിപത്യത്തിനെതിരായിട്ടുള്ള പ്രതിഷേധങ്ങളുടെയും സൂചകമാണ്. അതുകൊണ്ട് തന്നെ സാമ്രാജ്യത്വം അട്ടിമറിക്കാൻ തീരുമാനിച്ചാൽ അവ നടന്നിരിക്കുമെന്ന്
ഒരു തെളിവ് കൂടി ലോകത്തിന് മുൻപിലേക്ക് അമേരിക്ക മുന്നോട്ട് വെക്കുമ്പോൾ കൂടുതൽ രക്തച്ചൊരിച്ചിൽ സംഭവിക്കാതെ ഭരണമാറ്റം നടക്കുമെങ്കിൽ അതിനെ വെനസ്വേലൻ ജനത എങ്ങനെ സ്വീകരിക്കുമെന്നതാണ് കാത്തിരുന്ന് കാണേണ്ടത്.